സീസൺസ് ഇൻ ലൈഫ്, ജീവിതത്തിൻ്റെ ഋതുക്കൾ അല്ലെങ്കിൽ കാലഘട്ടങ്ങൾ. സീസൺസ് ഇൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പല കാലഘട്ടങ്ങളുണ്ട്. ഓരോന്നിനും ദൈവം സമയം വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും ജീവിതം അങ്ങ് നശിച്ചു പോകുന്ന പോലെ തോന്നും. ഓരോ മനുഷ്യനും അവസരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് ശരിയായിട്ട് ഉപയോഗിച്ചാൽ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ വകയുണ്ട്. അത് നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ് എൻ്റെ ഈ വചനങ്ങളുടെ ഉദ്ദേശം. 4 സീസൺസാണ്, 4 സീസൺസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ കാണുന്നത് സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ ആൻഡ് വിൻ്റർ. സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് വസന്തകാലം, അത് കഴിഞ്ഞിട്ട് ഗ്രീഷ്മകാലത്തിന് അതായത് സമ്മർ വേനൽക്കാലം, മൂന്നാമത്തേത് ശരത്കാലം ഓട്ടമാണ്, വിൻ്റർ അല്ലെങ്കിൽ ശീതകാലം. 4 കാലങ്ങൾ നമുക്കിവിടെ വെച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പാടാണ്. നമുക്ക് ഈ കേരളത്തിൽ വളർന്നവർക്ക് എപ്പോഴും ഒരേ സീസൺ, ഒന്നിൽ വലിയ വെയിലും ആകപ്പാട് ചൂട്, അല്ലെങ്കിൽ മഴ ബഹളം. ഇതാണ് നമുക്കതിൻ്റെ ഇടയ്ക്ക് ഒരു സീസൺ അത്ര വലുതായിട്ട് നമുക്ക് തോന്നാറില്ല. എന്നാൽ പുറത്ത് രാജ്യങ്ങളിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ സീസണിൻ്റെ വ്യത്യാസം കാണാൻ തുടങ്ങിയത്. നമ്മൾ ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ഈ സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് എവിടെയുള്ള എല്ലായിടത്തും നോക്കിയാൽ ഇംഗ്ലണ്ട് മുഴുവനും അങ്ങ് പൂത്തൊലഞ്ഞ്, എവിടെ നോക്കിയാലും ഡാഫിഡിൽസ്, എവിടെ നോക്കിയാലും വൃക്ഷങ്ങൾ, ആപ്പിളിൻ്റെ ട്രീ പൂത്ത് നിൽക്കുന്നു, ചെറിയുടെ പൂത്ത് നിൽക്കുന്നു. ഏത് വൃക്ഷത്തെ നോക്കിയാലും പൂക്കളുടെ ഒരു ബഹളമാണ്. നമ്മൾ ഈ ട്യൂലിപ്സും ഡാഫിഡിൽസും ഒക്കെ മൈലുകളോളം പൂത്ത് നിൽക്കുന്നത് കാണുമ്പോഴാണ് ഇതാണ് സ്പ്രിംഗ് സീസൺ. അപ്പോഴത്തേക്ക് ബട്ടർഫ്ലൈസ്, ചെറിയ കിളികൾ എല്ലാം ഒരു ജീവൻ വെച്ച്, അതായത് വിൻ്റർ കഴിഞ്ഞിട്ട് തണുപ്പ്, ശീതകാലം കഴിഞ്ഞിട്ട് ഈ വസന്തകാലം വരുമ്പോഴത്തേക്ക് പ്രകൃതിയോടൊരു സന്തോഷം. അത് ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. നമ്മൾ ആദ്യമേ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ കെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അവിടെയായിരുന്നു ഡോക്ടറിന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ അത് ഗാർഡൻ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്, ഇംഗ്ലണ്ടിൻ്റെ ഗാർഡൻ. എനിക്കാണെങ്കിൽ പൂക്കൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളെ ദൈവം ആദ്യം കൊണ്ടുപോയത് ഒരു ഗാർഡനിലോട്ട് തന്നെയാണ്. മൈലുകളോളം സ്ട്രെച്ചുകളോളായിട്ട് ഇങ്ങനെ ഡാഫിഡിൽസ്, നമ്മുടെ ചുമ്മാതെ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയാൽ മതി, അതിങ്ങനെ മൈലുകളായിട്ട് ഇങ്ങനെ പൂക്കളിങ്ങനെ വർഷാവർഷങ്ങളിൽ ഇതുണ്ടായിട്ട് പിന്നെയും പോവും, പിന്നെയും വസന്തമാകുമ്പോൾ അത് കിളുത്ത് വരും. കാരണം ആ ബൾബ് അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറയും എന്തൊരു ഭംഗിയുള്ള ദേശമാണ്. പക്ഷെ തണുപ്പ് സഹിക്കത്തില്ല. തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പാടാണ്. എനിക്ക് തണുപ്പിച്ചിട്ട് പാടാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പം പൂവിൻ്റെ സമയമായിരുന്നു. സ്പ്രിംഗ് ഓർ സമ്മർ, ഇതാണ് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തുടക്കമാണ്. ബാല്യം, അതായത് പുതിയ തുടക്കങ്ങൾ, വളർച്ച, പ്രതീക്ഷകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അതൊരു മനോഹര സമയമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം തുടങ്ങി പല ഡ്രീംസുകളും പല ആഗ്രഹങ്ങളും ഇങ്ങനെ സ്വപ്നങ്ങളും ഒക്കെ കണ്ടു നടക്കുന്ന ഒരു സമയം. അതൊരു നല്ല പീരിയഡിൽ എത്ര കുഞ്ഞുങ്ങൾ ആ സമയം സന്തോഷിക്കുന്നുണ്ട്, എത്ര ഭവനങ്ങളിൽ ആ കെട്ടുറപ്പുണ്ട്. ചിന്തിച്ച് നോക്കണം. നമ്മൾ കെട്ടുറപ്പുള്ള ഒരു കൂട്ടമുണ്ട്, പക്ഷേ കെട്ടുറപ്പില്ലാതെ, ഒരു നിവൃത്തിയില്ലാതെ കഴിയുന്ന, അതായത് വാതിലുകളില്ലാതെ, അതായത് വീടുകളില്ലാതെ കഴിയുന്നവരുണ്ട്, വാർ സോണിൽ ജീവിക്കുന്നവരുണ്ട്. ആ കണക്കിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. സ്പ്രിംഗ് സീസൺ ഈസ് എ ബ്യൂട്ടിഫുൾ സീസൺ. രണ്ടാമത്തേത് വേനൽക്കാലം. വേനൽക്കാലം എന്ന് പറയുന്നത് സമ്മറാണ്. യൗവനം, ഊർജ്ജസ്വലത, കഠിനാധ്വാനം, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള സമയം എന്നിവയായിട്ടാണ് ഇതിനെ കാണുന്നത്. സമ്മർ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് സ്പ്രിങ് കഴിഞ്ഞിട്ട്, അതായത് ഈ വസന്തകാലം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചില കഴിവുകളെല്ലാം അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ ഓരോ ജോലിക്ക് പോകും, നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, വിവാഹ ജീവിതത്തിലേക്ക്, ഇങ്ങനെയുള്ള സമയത്തിലേക്ക് വരും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കഴിവനുസരിച്ച് ചിലർ ഡോക്ടേഴ്സാകും, ചിലർ ലോയേഴ്സാകും, ചിലർ ടീച്ചേഴ്സാകും, ചിലർ സയൻറ്റിസ്റ്റാകും, മാത്തമാറ്റീഷ്യൻ, എന്നൊക്കെ അസ്ട്രോനോട്ട്സ് ആകും, അത് ചിലർ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവം അവർക്കൊരു ഇൻഗ്രെയിൻഡായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കിടക്കുന്നതിൽ അതിൽ വികസിപ്പിക്കാൻ പറ്റിയ താലന്ത് വികസിപ്പിച്ചെടുക്കുന്നതാണ്.
അല്ലാതെ അവരാരും കൊണ്ടുവന്നൊന്നുമല്ല. ദൈവം നമ്മളിൽ ഇട്ട് തന്നിരിക്കുന്നതിൽ നിക്ഷിപ്തമായ താലന്തുകൾ, കൃപകൾ, കഴിവുകൾ പൊക്കിയെടുത്ത് ശരിയായിട്ട് വിനിയോഗിക്കുന്നു. അങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കുന്ന സമയം, ശരിയായിട്ട് ഉപയോഗിച്ചാൽ ആ സമയവും അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും. പിന്നത്തേതാണ് ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം. ഓട്ടം എന്ന് പറയുമ്പോൾ മധ്യവയസ്സ്, നേടിയെടുത്ത അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളൽ, ജീവിതത്തിൻ്റെ വിളവെടുപ്പ് അഥവാ നേട്ടങ്ങൾ ആസ്വദിക്കുന്ന സമയം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഓട്ടം എന്നാകുമ്പോഴത്തേക്ക് ഈ കഠിനാധ്വാനമെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് നമ്മൾ ഇത്ര വരെ ചെയ്തതിൽ അല്പം സന്തോഷിക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണ്. മക്കളുടെ വിവാഹ സമയത്ത് നടന്നെന്നിരിക്കും, വീടുകൾ പണിത് തീർന്നെന്നിരിക്കും. ഇതൊക്കെ നമ്മുടെ സമുദായത്തിലാണ് കേട്ടോ, പുറത്തുള്ളവരുടെ അല്ല, നമ്മുടേത്. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മകളെക്കുറിച്ച്, അവരുടെ വിവാഹം, അവരുടെ കുടുംബജീവിതം ഇതൊക്കെ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഒരു കെട്ടുറപ്പായി ഇതൊക്കെയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരല്പം കൂടെ നമുക്കൊരു സ്വസ്ഥതയുടെ. പിന്നെ ശീതകാലം അഥവാ മഞ്ഞുകാലം, വാർദ്ധക്യം, വിശ്രമം, ഭൂതകാല അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ലാസ്റ്റിലാണ് ശീതകാലം. ഇങ്ങനെ 4 സീസൺസ് ഭൂമിയിലുള്ളതുപോലെ തന്നെ മനുഷ്യജീവിതത്തിലുണ്ട്. മനുഷ്യജീവിതത്തിലുള്ളതുപോലെ തന്നെ ഭൂമിയിൽ കാണുന്നതാണ് ആദ്യത്തേത് ഞാൻ പറഞ്ഞ വസന്തകാലം. ഈ വസന്തകാലത്തിലേക്ക് നല്ല മനോഹരമായ പൂക്കളാണ്. ഓട്ടം എന്ന് സ്പ്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സൂര്യനിങ്ങനെ തീ പോലെ ജ്വലിച്ച് നിൽക്കുകയാണ്. സമ്മർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇവിടെ ചൂടുണ്ട്, ഈ കൊല്ലം വലിയ ചൂടായിരുന്നു. പക്ഷെ പുറമെ രാജ്യങ്ങൾ, ഈ സൗദി അറേബ്യ, കുവൈറ്റ് അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എന്നാ ചൂടാണ് മനുഷ്യന്, മരുഭൂമി ജീവിതം, എന്നാ ചൂടല്ലേ. എന്നാൽ ചില രാജ്യങ്ങളിൽ അതില്ല അത്രയും. ഒക്കെ സ്പ്രിംഗ് സീസൺസ് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ കാണിക്കുന്നില്ല. ഫോൾ അല്ലെങ്കിൽ ഓട്ടം എന്ന് പറയുന്നത് ഈ ഇംഗ്ലണ്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഫോളാകുമ്പോഴത്തേക്ക് എല്ലാ വൃക്ഷത്തിൻ്റെ ഇലകൾ അങ്ങോട്ട് മഞ്ഞിച്ച് ഓറഞ്ച് കളറായിട്ട്, ചുമന്ന കളറായിട്ട് മാറും. പിന്നെ ഈ ഇലകളെല്ലാം കൂടെ നിലത്ത് വീഴുമ്പം ഒരു പല കളറുള്ള ഒരു മനോഹരമായൊരു തോട്ടമായിട്ട്, അല്ലെങ്കിൽ റോഡ് പോലും കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്തതായിട്ട് തോന്നിക്കും. അതാണ് ഓട്ടം. പിന്നെ ഈ വിൻ്റർ ആകുമ്പോഴത്തേക്ക് തണുപ്പാണ്. എല്ലാവരും, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് വലിയ പാടാണ്. ഇംഗ്ലണ്ടിലൊക്കെ അവർക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ, പലർക്കും ചൂട്, പിന്നെ നല്ല ഹീറ്റിംഗ് ഉള്ള സിസ്റ്റം പോലും കാണത്തില്ല. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് പ്രയാസം. അപ്പോൾ സീസണുകൾ ദൈവമാണ് നിയോഗിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ മനുഷ്യനിൽ ഇതൊന്നും മാറ്റിമറിക്കാനൊക്കത്തില്ല. കർത്താവ് ചില നിയമങ്ങൾ, ഇതെല്ലാം ഇത്ര ആക്യുറേറ്റായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടാണ് ഭൂമിയെ നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഈ 8-ാം ഉൽപ്പത്തിയിൽ പറയുന്നത്, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോവുകയില്ല. എന്തോ മനോഹരം. ഭൂമിയുള്ള കാലത്തോളം, ഭൂമി നിലനിൽക്കും, മാറിപ്പോകും. പക്ഷെ ഭൂമിയുള്ള കാലത്തോളം വിതയ്ക്കാനൊരു സമയമുണ്ട്, കൊയ്യാനൊരു സമയമുണ്ട്. ശീതത്തിൻ്റെ സമയം, ഉഷ്ണത്തിൻ്റെ സമയം, വേനലുണ്ട്, വർഷമുണ്ട്, മഴയ്ക്കുണ്ട്, വെയിലിന് സമയം, രാവും പകലും നിന്നുപോയില്ല. ഈ ഓർഡർ ദൈവം നിയോഗിച്ചതാണ്. ഇതിനെ മാറ്റിമറിക്കാനൊന്നും നമുക്ക് ആർക്കും അവകാശമില്ല. ഇന്ന് നമ്മൾ കേരളത്തിലൊക്കെ ഉള്ളവർക്ക് 6 സീസൺ പറയുന്നുണ്ട്. 6 സീസൺ എന്ന് പറയുമ്പോൾ ഈ 2 മാസമായിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. വസന്തകാലം 2 മാസത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വസന്തം. പിന്നെ സമ്മറാണ്. മാർച്ച് പകുതി തൊട്ടങ്ങോട്ട് വെയിൽ തുടങ്ങും. മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ. പിന്നെ അങ്ങോട്ട് വർഷകാലമാണ്. അതായത് ജൂൺ 1 തൊട്ട് നമുക്ക് മഴ പെയ്യുന്ന സമയമാണ്. അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടം. പിന്നെ ഒരു നവംബർ, ഡിസംബർ ആകുമ്പോഴത്തേക്ക് അതിനെ പ്രീ വിൻ്റർ എന്ന് പറയും, ഹേമന്തകാലം. പിന്നെ വിൻ്റർ ഡിസംബർ ആകുമ്പം, ഡിസംബർ ടു ജാനുവരി തണുപ്പിൻ്റെ കാലം. അതത്ര ഇവിടെ തോന്നിക്കുന്നില്ല. അപ്പോൾ ഈ 6 എണ്ണമായിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് എല്ലാ രാജ്യങ്ങളിലും 4 സീസണെയാണ് കാണുന്നത്. ആ 4 സീസൺ പോലും ഇവിടെ ക്ലിയർ അല്ല. പക്ഷെ നമ്മളിതിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിനൊരു ക്രമമുണ്ട്, ഭൂമിക്കൊരു ക്രമമുണ്ട്, കാലാകാലങ്ങൾക്ക് ഒരു ഓർഡറുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഓർഡർ മാറ്റി നമ്മുടെ സ്വന്തം ഓർഡർ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ദൈവം നിയോഗിച്ചത് മനസ്സിലാക്കി വിതയ്ക്കേണ്ട സമയത്ത് നീ വിതയ്ക്കണം,
കൊയ്യേണ്ടിയ സമയത്ത് കൊയ്യണം, എടുക്കേണ്ടിയ സമയത്ത് എടുക്കണം, അത് കൊടുക്കേണ്ടിയ സമയത്ത് കൊടുക്കണം. ഇല്ലേ പറയുന്നില്ലേ? എന്താണ് പറയുന്നുണ്ടല്ലോ സഭാപ്രസംഗിൽ, എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട് എന്ന് ദൈവം പറയുന്നെങ്കിൽ ആ സമയം നോക്കിയിട്ട് നമ്മളത് ചെയ്തെടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. സഭാപ്രസംഗിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്: എല്ലാത്തിനും ഒരു കാലം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. 3 തുടങ്ങുന്നത്: ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയാൻ കാലം, പണിയാൻ കാലം, കരയാൻ കാലം, ചിരിപ്പാൻ, വിലപിപ്പാൻ, നൃത്തം ചെയ്യാൻ, കല്ല് പെറുക്കിക്കളയാൻ, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ, സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിപ്പാനൊരു, സ്നേഹിപ്പാനൊരു കാലം, ദ്വേഷിപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം. എൻ്റെ പൊന്നെ, ഇതിനകത്ത് ഏത് കാലമാണ് പെടാത്തത്? എല്ലാ കാലവും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാലങ്ങളൊക്കെ അതിനനുസരിച്ച്, പ്രകൃതി അതിൻ്റെ കാലങ്ങൾ കാണിക്കുമ്പം അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിച്ചു എങ്കിൽ സത്യം പറഞ്ഞ് നമ്മൾ ദൈവത്തെ കാണും. അതേസമയം മടിയനായ മനുഷ്യൻ അവന് വെത്ത് വിതയ്ക്കേണ്ടപ്പോൾ അവൻ കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ മറ്റുള്ളവർക്ക് സമ്പാദിക്കാൻ അവന് പിടിക്കൂല. അധ്വാനിക്കേണ്ട സമയത്ത് ഉറക്കം തൂങ്ങിയിരുന്ന കാര്യം നടക്കുമോ? ഓരോന്നിനും ഓരോ സമയമില്ലേ? എന്താണേലും നിന്നെ ഏൽപ്പിച്ച 5 താലന്തുകൾ 5ഉം വർദ്ധിപ്പിക്കാൻ ഒരു കടമയില്ലേ? കൂടുതൽ കൊടുത്തതിനോട് കൂടുതൽ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നേച്ച് ചെയ്യുന്നവരോട് കുശുമ്പ് തോന്നിയിട്ട് എന്ത് കാര്യമാണ്? നമുക്ക് ചെറിയ അല്പബലമേ ഉള്ളെങ്കിലും ഉള്ള ബലത്തിൽ ചെയ്തെടുക്കുക. ദൈവം തന്ന നിയോഗത്തിൽ കർത്താവ് ഒരു നദി താഴോട്ടൊഴുകുകയാണ്. നിനക്ക് ഒരു വള്ളം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ താഴോട്ടൊഴുകുന്ന വിധത്തിൽ ഉണ്ടാക്കി, അതെല്ലാം നിൻ്റെ നിർബന്ധം ഒന്ന് തിരിച്ചു തിരിച്ചു തുഴയണം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മേളിലും കയറൂല, താഴെയും പോകൂല, ഒരു എങ്ങും നേടൂല. അപ്പം ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ ജീവനദിയിൽ നമ്മൾ കടന്നു പറ്റിയോ ആപ്പച്ചൻ നമ്മളെ കറക്റ്റ് പ്ലേസിലെത്തിക്കും. കാലങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടാണ് കാണിക്കുന്നത്. ഈ കാലങ്ങൾക്കൊത്ത് ജീവിപ്പാൻ, പ്രകൃതിയോട് ഇണങ്ങി ജീവിപ്പാൻ നമ്മളൊന്ന് പഠിച്ചിരുന്നു എങ്കിൽ പല പ്രശ്നങ്ങളും മാറിയേനെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്ന പല പ്രശ്നങ്ങളും ദൈവം ഉണ്ടാക്കിയ നിയോഗങ്ങൾക്ക് വിപരീതമായി, ഇത് പ്രകൃതിയിൽ പറഞ്ഞു, ഇത് തന്നെയാണ് വിവാഹ ജീവിതത്തിലും കടന്നു വരുന്നത്. നമുക്കതിനെക്കുറിച്ച് അടുത്ത ദിവസം പറയാം. ദൈവം നമ്മളെ ആത്മാവിൽ നിറയ്ക്കട്ടെ. പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവം, പ്രകൃതി ഉള്ളിടത്തോളം, ഭൂമി ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെ അവിടുന്ന് നിയോഗിച്ചു വച്ചിരിക്കുകയാണ്. ഒരു വസന്തകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, പിന്നെ ഒരു കർത്താവിൻ്റെ നാമത്തിൽ പിന്നൊരു കർത്താവ് ഒരു ഓട്ടമുണ്ട്. കർത്താവ് അത് കഴിയുമ്പോൾ ഒരു കർത്താവിൻ്റെ ഹേമന്തകാലം, ശരത്കാലമുണ്ട്, അത് കഴിയുമ്പോൾ ഒരു വിൻ്റർ കാലമുണ്ട്, തണുപ്പിൻ്റെ. ഇതെല്ലാം നിയോഗിച്ച് വെച്ച് നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഓരോ കാലങ്ങളിൽ മനുഷ്യരുണ്ടാകുന്നവരെ അതിൻ്റെ പ്രകൃതിക്കനുസരിച്ച് ജീവിപ്പാൻ നീ ഞങ്ങളെ നിയോഗിക്കുമ്പോൾ ഞങ്ങൾ വിപരീതമായിട്ട് ചിന്തിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടി പ്രശ്നങ്ങളുണ്ടാക്കുന്നതിന് ഞങ്ങളുടെ അവിവേകമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ തണലിൽ വന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നിരിക്കുന്നത് പ്രാപിച്ചെടുത്ത് അതിൽ സന്തോഷിക്കുന്നതിനു പകരം ആദ്യകാലങ്ങളിൽ വസന്തകാലം കഴിയുമ്പോഴത്തേക്ക് സ്വന്തം കഴിവിൽ ദൈവഹിതത്തിന് വിപരീതമായി ഓരോന്ന് കാട്ടിക്കൂട്ടി മണലിന്മേൽ വീട് പണിയുന്നത് പോലെ പണിയുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ. പലപ്പോഴും ഞങ്ങൾ മണ്ടത്തരം എളുപ്പം ചെയ്യാവുന്നത് ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങളുടെ തലമുറകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി ഓരോ കാലങ്ങളും മാറുമ്പോഴും പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. എത്ര നാൾ ഭൂമി ഇത് ഉൾക്കൊള്ളും? ഭൂമി പോലും അതിൻ്റെ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് കയറുവാൻ, ഈ ക്ഷയ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ നിശ്ചലമായ അനുഗ്രഹ അവസ്ഥയിലേക്ക് കയറാൻ പ്രകൃതി പോലും വീണ്ടെടുക്കപ്പെട്ടവരുടെ വെളിപ്പാടിന് വേണ്ടി നോക്കിയിരിക്കുന്നു. എത്ര പേരെ അറിയുന്നുണ്ട്? നമ്മൾ കാല് ചവിട്ടുന്നിടം ദൈവത്തിൻ്റെ ഭൂമിയായിട്ട് ദൈവദൂതന്മാർ കയറി ഇറങ്ങേണ്ടിയെടുത്ത് ശത്രുവിൻ്റെ ആലയമാക്കി മാറ്റല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം യാക്കോബ് പറയുന്നു, ഇവിടെ സ്വർഗമുണ്ട്, ഇവിടെ ഒരു ഗോവേണി സ്വർഗത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ദൈവദൂതന്മാർ ഇവിടെ നിന്ന് മേളിലോട്ടും അവിടുന്ന് താഴോട്ടും കയറി വരുന്നു. അതൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടുകൊണ്ട്
ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുത്ത് അനുഭവിപ്പാൻ, കുടുംബമായിട്ട് അനുഭവിപ്പാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രകൃതിയോട് കാണിച്ച ഇതേ ഓർഡർ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ഉണ്ട് കർത്താവേ. അത് എത്ര പേര് മാനിക്കുന്നുണ്ട്. അത് മാനിച്ച് ജീവിക്കുമ്പോൾ അവിടെ ഒരു സമാധാനം വരും. ദൈവമേ, ഭൂമിയെ ഞങ്ങൾ നോക്കേണ്ടിയവർ അതിനെ നശിപ്പിക്കുന്നത് പോലെ കുടുംബത്തെ ഞങ്ങൾ പുലർത്തേണ്ടിയവർ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടുതൽ പഠിത്തമല്ല ഇപ്പോൾ ആവശ്യം. ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. അതിനത് ചെയ്യാൻ പോകുന്നതിന് പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ കടന്നു വരുന്നു. ഉത്തരം തരുന്ന നിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ചെങ്കോല് നീട്ടിത്തന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.